ഹായ് മോഹിനി, വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായോ? ആലിംഗനത്തോടെ അവളെ സ്വാഗതം ചെയ്യുമ്പോൾ അവരുടെ ശബ്ദം പരിചിതത്താൽ ഊഷ്മളമായിരുന്നു. മോഹിനി വരുത്തി തീർത്ത ഒരു പുഞ്ചിരിയാൽ അവർക്ക് മറുപടി നൽകി. അവളുടെ ശബ്ദത്തിൽ പരിഭ്രമം നിറഞ്ഞു. കാര്യം ഓക്കെ പറഞ്ഞു, എങ്കിലും അവൾക്ക് എന്തോ ഇപ്പോൾ വല്ലായ്മ തോന്നി തുടങ്ങിയിരുന്നു. ഇരിക്കു കുട്ടി. അവളുടെ ടെൻഷൻ മനസ്സിലാക്കിയ രാധിക അവളോട് ആവശ്യപ്പെട്ടു. കുടിക്കാൻ എന്തെങ്കിലും പറയാൻ പാടില്ലായിരുന്നോ? അവർ സൗഹൃദഭാവത്തിൽ ചോദിച്ചു. അത് പിന്നെ മാഡം കൂടി വന്നിട്ട്. അവളുടെ ഉത്തരത്തിൽ ഭവ്യത കലർന്നിരുന്നു. ഒരു കാപ്പച്ചീനോ പറയട്ടെ? അവളൊന്ന് മൂളി. നിമിഷങ്ങൾക്കകം അവരുടെ ടേബിൾ 2 കാപ്പച്ചീനോ എത്തിയിരുന്നു. മുൻപിലെ കോഫി കുടിക്കുമ്പോൾ ഇരുവരും തമ്മിൽ കാര്യമായ സംഭാഷണങ്ങളൊന്നും നടന്നിരുന്നില്ല. ഒടുവിൽ ഏറെ നേരത്തെ മൗനത്തിന് ശേഷം രാധിക തന്നെ സംഭാഷണത്തിന് തുടക്കം കുറിച്ചു. സോ മോഹിനി, ഇന്നലെ പറഞ്ഞ കാര്യത്തിന് പൂർണ്ണ സമ്മതം തന്നെയാണല്ലോ അല്ലേ? അതെ മാഡം, അവൾ തലയാട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം. എൻ്റെ ഫാദർ ഇൻ ലോ സൂര്യവർദ്ധൻ മുംബൈയിലെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിലെ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാനാണ്. അവൾ ഒക്കെയും മൂളി കേൾക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് 2 ആൺമക്കൾ. മൂത്തയാൾ എൻ്റെ ഹസ്ബൻഡ് സൂര്യദർശൻ ആൻഡ് അദ്ദേഹത്തിൻ്റെ അനിയൻ സൂര്യഭദ്രൻ. ഭദ്രനും വൈഫ് ഭാമയ്ക്കും ഒരു മകനും മകളും, രോഹിത് ഭദ്രൻ ആൻഡ് റുഹാനിക്ക ഭദ്രൻ. എനിക്കും ദർശനമുള്ള ആളാണ് രുദ്രൻ എന്ന രുദ്രദർശൻ, ഞങ്ങളുടെ ഒരേ ഒരു മകൻ. അവനാണെങ്കിൽ പെണ്ണും പിടക്കോഴിയും ഒന്നും വേണ്ട എന്ന മട്ടിൽ നടക്കുകയാണ്. അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നെയാണ് ഞാനും ഹസ്ബൻഡും ഇതുവരെ വളർത്തിയത്. ഇക്കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്തു പറ്റി മാഡം? എൻ്റെ ഫാദർ ഇൻ ലോ ഈ അടുത്തൊരു തീരുമാനമെടുത്തു. എന്ത് തീരുമാനം? രുദ്രയിലും രോഹിത്തിലും ആദ്യം ആരോ ഒരു പേരക്കുട്ടിയെ നൽകുന്നു, അവർക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെയും നൽകുമെന്ന്. മാഡം, അതിനിങ്ങനൊരു മാർഗം? എൻ്റെ നിവർത്തികേട് കൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിലൊരു മാർഗം തിരഞ്ഞെടുക്കില്ല. ബട്ട് രോഹിത്തിൻ്റെ പേരൻസ് അവന് വേണ്ടി കല്യാണ ആലോചന തുടങ്ങിക്കഴിഞ്ഞു. രുദ്രനാണെങ്കിൽ ഇതൊന്നും അവനെ ബാധിക്കുന്നില്ല എന്ന മട്ടിലാണ് നടക്കുന്നത്. രോഹിത്തിനേക്കാൾ ഏറെ അവകാശം രുദ്രന് സ്വത്തിൻ്റെ മുകളിലുണ്ട്. ബിക്കോസ് അവനേക്കാൾ കൂടുതൽ രുദ്രൻ ഈ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ ബിസിനസ് ഇത്രയും ഉയരങ്ങളിലെത്താൻ മുഖ്യ പങ്ക് വഹിച്ചത് രുദ്രൻ തന്നെയാണ്. പക്ഷേ അച്ഛൻ ഇങ്ങനൊരു തീരുമാനമെടുത്തതാണിപ്പോൾ പ്രശ്നമായത്. പക്ഷേ മാഡം, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കൂ കുട്ടി. രുദ്രൻ സാർ ഒരു കല്യാണമൊക്കെ കഴിച്ച് അതിലൂടെ ഒരു കുട്ടിയെ വേണമായിരിക്കുമല്ലേ സൂര്യധർമ്മൻ സാർ ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ഹി ഈസ് വെരി ഓപ്പൺ മൈൻഡഡ്. ഈവൻ ഞാനും ദർശനും വിവാഹത്തിന് മുമ്പ് ലിവിങ് ടുഗദർ ആയിരുന്നു. അച്ഛൻ അതിനൊന്നും എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഒരു ഗ്രാൻഡ് ചൈൽഡിനെ കൊടുക്കണമെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മറ്റേയാൾ വിവാഹം ചെയ്യുമ്പോൾ അതിലൂടെ ജനിക്കുന്ന കുട്ടിക്ക് കൂടുതൽ അധികാരം വരില്ലേ? ഇല്ല കുട്ടി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആദ്യം കുട്ടിയെ നൽകുന്ന ആൾക്ക് തന്നെ സ്വത്തിൽ പൂർണ്ണ അവകാശം ലഭിക്കും. മാഡം, പക്ഷേ രുദ്രൻ സാറിന് എന്നെ ഇഷ്ടമാവണമെന്നുണ്ടോ? അവനെക്കൊണ്ട് ഇഷ്ടപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി. ഞാൻ ശ്രമിക്കാം. അപ്പോൾ നിനക്ക് ഓക്കെ ആയ സ്ഥിതിക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ നിന്നെ മുംബൈയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ, മുംബൈയിലേക്കോ? അവളിൽ അതുവരെ ഇല്ലായിരുന്ന ഞെട്ടൽ പ്രകടമായി. ഇത്രയും നേരം സംസാരിച്ചപ്പോഴും താൻ മുംബൈയിലേക്ക് പോകണമെന്ന ചിന്ത അവളുടെ മനസ്സിൽ തോന്നിയിരുന്നില്ല. അതെ, മുംബൈയിലേക്ക്. നീ പിന്നെ എന്താ കരുതിയത്? രാധികയുടെ ശബ്ദത്തിൽ മുഷിച്ചിൽ കലർത്തിയിരുന്നു. ഇതിപ്പോൾ രാമായണം മുഴുവൻ വായിച്ചിട്ട് സീത രാമൻ്റെ ആരാ എന്ന് ചോദിച്ച പോലുണ്ട്, അവർ മനസ്സിലോർത്തു. പക്ഷേ എൻ്റെ അമ്മയുടെ സർജറി. ഓ, അതോർത്തിട്ടാണോ? അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മയെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ മാറ്റാം, സർജറിയും നടത്താം. പിന്നെ നീയും ഞാനുമായുള്ള ഡീൽ തീരുന്നത് വരെ അവരുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കാൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാം, പോരെ? അപ്പോൾ സർജറിയുടെ സമയത്ത് അമ്മയുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റില്ലേ? അവൾ മനസ്സിലോർത്തു. പക്ഷേ അതിനെക്കുറിച്ച് വല്ലതും അവരോട് പറയാൻ അവൾക്ക് തോന്നിയില്ല. അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ സർജറി കഴിഞ്ഞ് കൂടെ ചെല്ലാമെന്ന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ രാധിക നീട്ടിയ സഹായം തിരിച്ചെടുക്കുമോ എന്ന് ഭയന്ന് അവൾ എല്ലാത്തിനും തലകുലുക്കി സമ്മതിച്ചു. അപ്പോൾ ശരി മോഹിനി, ഇനി മുംബൈയിൽ വെച്ച് കാണാം. രാധികയ്ക്ക് കൈകൊടുത്തുകൊണ്ട് ഷോപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ ഓർത്ത് അവൾ ഒന്ന് നെടുവീർപ്പിട്ടു. അമ്മേ, ഉമ്മറത്തേക്ക് കയറി നീട്ടി വിളിച്ചവൾ. ഞാൻ ഇവിടെ അടുക്കളപ്പുറത്ത് ഉണ്ട് മോളെ. വീടിൻ്റെ പിന്നാമ്പുറത്തു നിന്നും സരളയുടെ ശബ്ദം കേട്ടതും വന്ന ഡ്രസ്സ് പോലും മാറാതെ അവിടേക്ക് നടന്നവൾ ചെന്നപ്പോൾ ചായപ്പിലിരുന്ന് ചീര അരിയുന്ന അമ്മയെയാണ് കാണുന്നത്. അമ്മ, ഇതെന്താ ഈ കാണിക്കുന്നത്? ഒന്നാമതേ വയ്യാത്ത അവസ്ഥ, അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യാൻ ആരാ പറഞ്ഞത്? ഇതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യില്ലായിരുന്നോ? പിന്നെ 2 തണ്ട് ചീര അരിഞ്ഞതാണോ വലിയ ജോലി? നീ ഒന്ന് പോയേ മോനെ. മോഹിനിക്ക് ആകെ ദേഷ്യം വന്നു. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന്.
പക്ഷേ സരള മിക്കപ്പോഴും മോഹിനിയുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യാറുണ്ട്. മോഹിനി ഒരുപാട് വഴക്കു പറയുമെങ്കിലും അവർ അത് കാര്യമാക്കാറില്ല. അവൾ സരളയുടെ കയ്യിൽ നിന്നും കറിക്കത്തി വാങ്ങി ചീര അരിയാൻ തുടങ്ങി. "ഓ, നീ ഇതെന്താ പെണ്ണെ കാണിക്കുന്നേ? വന്ന ഡ്രസ്സ് പോലും മാറാതെ. " പക്ഷേ മോഹിനി അതൊന്നും കാര്യമാക്കാതെ അരിച്ചില് തുടങ്ങി. പോയ കാര്യം എന്തായി എന്ന് ചോദിക്കണമെന്നുണ്ട് സരളയ്ക്ക്. എങ്കിലും എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നി. താൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇതിൽ നിന്നും പിന്മാറില്ല എന്ന് അറിയാം. "അമ്മ, എന്താ പോയ കാര്യത്തെക്കുറിച്ചൊന്നും അന്വേഷിക്കാത്തേ? " "ഞാൻ എന്തു ചോദിക്കാനാ? " അവർ ഒഴുക്കൻ മട്ടിൽ മറുപടി നൽകി. "ആ മാഡം വിളിച്ചിട്ട് എന്തു പറഞ്ഞു എന്നറിയാൻ അമ്മയ്ക്ക് ആകാംക്ഷ ഒന്നുമില്ലേ?